ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളുമാണ്. നമ്മുടെ വീട്ടിൽ ഗാർഡനിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ABCD ഗാർഡനിങ്ങിനെ കുറിച്ച് ABCD അറിയാത്ത വീട്ടമ്മമാരുണ്ടാവും, കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ മനസ്സിൽ ഒരു തൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അടുക്കളയിൽ വർക്ക് ഏരിയയിൽ ഫ്രിഡ്ജിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ജനലിൻ്റെ അരികിൽ സ്വന്തമായിട്ടൊരു ചെടി വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ, വലിയ ചിലവില്ലാതെ വെക്കണം എന്ന് ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അറിയുന്നവർ എന്നോട് ക്ഷമിക്കുക. ഒന്നും അറിയാത്തവരൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നമുക്ക് വീട്ടിൽ വയ്ക്കാവുന്ന സ്റ്റഡി ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ വയ്ക്കാവുന്ന ഒരു ചെടിയാണിത്. സ്നേക്ക് പ്ലാന്റ്, സാൻസിവേറിയ. ഇത് വളരെ സിമ്പിളാണ്. ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ കഴുത്ത് അധികം വിസ്താരമില്ലാത്ത ഒരു ബോട്ടിൽ, ലിക്കറിൻ്റെ ബോട്ടിൽ, നല്ല മനോഹരമായ ബോട്ടിൽ നമുക്ക് കിട്ടും. അത് സംഘടിപ്പിച്ചിട്ട് ഇതുപോലെ ഈ പ്ലാന്റ് നിങ്ങൾക്കറിയാം, എവിടെ വേണമെങ്കിലും കിട്ടും. നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബഡ് അല്ലെങ്കിൽ ഒരു ലീഫ് ഇങ്ങനെ സംഘടിപ്പിച്ച് ഈ കുപ്പിയിൽ ഇറക്കി വെച്ചിട്ട് ആ കുപ്പിയിൽ ശുദ്ധജലം നിറയ്ക്കുക. അപ്പോൾ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കൊതുക് വന്ന് മുട്ടയിടുകയാണ്. ഒരു കാരണവശാലും കൊതുക് ഇതിനകത്ത് കയറില്ല, കാരണം ഇത് കഴുത്ത് ഇടുങ്ങിയ കുപ്പിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ അത് നോക്കും. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 6 മാസമായിട്ട് ഇതിൽ നിൽക്കുകയാണ്. വളരെ സ്ലോ ഗ്രോത്താണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും. പിന്നെ വെള്ളം വറ്റുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ 6 മാസമൊക്കെ കൂടുമ്പം വേണമെങ്കിൽ കംപ്ലീറ്റ് വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ട് ഒരു മോസ്കിറ്റോ അതിനകത്തേക്ക് പ്രവേശിക്കില്ല. ആ കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ അങ്ങനെ മേശപ്പുറത്ത് വയ്ക്കാവുന്ന ഇതിൻ്റെ വലുതും ചെറുതുമായ തൈകൾ നമുക്ക് കിട്ടും. എവിടെ ഏത് വീട്ടിൽ നിന്ന് ചെന്നാലും കിട്ടും. അതിൻ്റെ ബഡ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇല വെച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ വയ്ക്കുക. അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ്. പിന്നെ മറ്റൊന്നുള്ളത്, ഇത് നിങ്ങൾക്കൊക്കെ അറിയാം, രംഭ. നമ്മൾ ബിരിയാണി കൈത എന്ന് പറയും, പാണ്ടൻ ലീഫ്, അതാണിത്. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഇതിപ്പോൾ സെറാമിക്കിൻ്റെ ഭരണിയാണ്. ഈ ഭരണിയിൽ കഴുത്തിടുങ്ങിയ ഭരണിയാണ്. ഭരണിയിലോ കുപ്പിയിലോ വെച്ചിട്ട് ഇതേപോലെ നോക്കൂ. ഒരു ഏതാണ്ട് ഒരു വർഷത്തോളമായി. ഇതുപോലെ നമുക്ക് നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം. കുട്ടികൾക്ക് സ്റ്റഡി ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം. നമ്മുടെ ലിവിങ് ഏരിയയിൽ വയ്ക്കാം. മനോഹരമല്ലേ? നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ വീട്ടിൽ ഗാർഡനിങ്ങിനൊക്കെ വലിയ കഴിവുള്ളവർ കാണും, പക്ഷേ അവരൊന്നും ചിലപ്പോൾ ഇതിനൊന്നും സഹകരിച്ചോളന്നില്ല. അത് അവരവരെ പാട്ടിന് വിട്ടാൽ മതി. വീട്ടമ്മമാർക്കോ കുട്ടികൾക്കോ ഒക്കെ ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നല്ല ഓക്സിജൻ ബൂസ്റ്റിംഗ് പ്ലാന്റ് കൂടിയാണ്. രംഭ എന്ന് പറയും, അല്ലെങ്കിൽ ബിരിയാണി കൈത. വളരെ സിമ്പിളായിട്ട് വെള്ളത്തിൽ ഉണ്ടാകുന്നതാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. കിണർ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. പൈപ്പ് വെള്ളം പറ്റെങ്കിൽ ഒഴിവാക്കുക. കിണർ വെള്ളത്തിൽ പലതരത്തിലുള്ള മിനറൽസും ഉണ്ട്. അതിനാവശ്യമുള്ള എല്ലാ ഫുഡും അതിൽ കാണും. അപ്പോൾ എത്ര കാലങ്ങൾ വേണമെങ്കിൽ ഇതിങ്ങനെ നിൽക്കും. വേരിങ്ങനെ അധികമാകുമ്പം വേണമെങ്കിൽ അതെടുത്ത് മാറ്റി നമുക്ക് പ്ലാന്റ് ചെയ്യാം. വെള്ളം വേണമെങ്കിൽ മാറ്റാം. ഒരു കാരണവശാലും ഇതിൽ മസ്കിറ്റോ കയറില്ല. ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ്. അടുത്ത നോക്കൂ, മറ്റൊന്ന് മണി പ്ലാന്റ്. ഇത് ഗോൾഡൻ മണി പ്ലാന്റാണ്. ഇതും നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ നല്ല മനോഹരമായ കുപ്പി സംഘടിപ്പിച്ചിട്ട് ഇത് ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് ഞാൻ വെച്ചതാണ്. ഇത്രയും ഇത് വലുതായുള്ളൂ. ഇതുവരെയായിട്ട് ഇത്രയും വലിപ്പം വെച്ചതേ ഉള്ളൂ. എത്രയോ കാലം വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ വളരും, ഈ വെള്ളത്തിലായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വകയായിട്ട് നമ്മുടെ ഒരു പ്ലാന്റ് ഇങ്ങനെ നമ്മുടെ വർക്ക് ഏരിയയിലോ സ്റ്റഡി ടേബിളിലോ ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ വെച്ച് നമുക്ക്, അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെയ്യാൻ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ കൊക്കോഡാമ, ഇതിൻ്റെ ടെറേറിയം, ഇതൊക്കെ ടെറേറിയത്തിൽ എങ്ങനെ ചെയ്യാം, കൊക്കോഡാമയിൽ എങ്ങനെ ചെയ്യാം, അതൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും നന്ദി.